മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കടകമ്പോളങ്ങളില്ലാതെ ഉപഭോക്താവിന് സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുന്ന ഒരു സംവിധാനമാണ്. കടകമ്പോളങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ ആ സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് വ്യക്തികളാണ്. മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ സഹായത്തോടെ കടകമ്പോളങ്ങളില്ലാതെ വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ഉപഭോക്താവിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നെങ്കിലും ഇവിടെ ചർച്ച ചെയ്തതുപോലെ ഇതിനൊരു വ്യക്തമായ ഒരു ധാരണ ജനങ്ങൾക്കില്ല എന്നുള്ളതാണ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ബിസിനസ് തുടങ്ങാനായിട്ട് ധാരാളം ക്യാപിറ്റൽ ആവശ്യമുണ്ട്, അവനൊരു കെട്ടിട സമുച്ചയം ആവശ്യമുണ്ട്, അതിന് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെഷീനറി ആവശ്യമുണ്ട്. അങ്ങനെ ഒട്ടനവധി ചിലവുകൾ ആവശ്യമുള്ള ഒരു സംവിധാനമാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ സാമ്പത്തികം ഒരു വലിയ തടസ്സമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പണം മുടക്കി ബിസിനസ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുവാനായിട്ട് ആൾക്കാർ നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് പണം മുടക്കാതെ എങ്ങനെ ബിസിനസ്സിൽ പങ്കാളിയാകാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുമ്പോഴാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രസക്തി ഏറുന്നത്. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ഒരു പങ്കാളിയാകാനായിട്ട് നമ്മളിൽപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. പണം മുടക്കാതെ തന്നെ ഒരു കമ്പനിയുടെ ഭാഗമായി അവരുടെ പ്രോഡക്റ്റ് കൺസ്യൂമറിന് വിൽക്കാനായിട്ട്, അതായത് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ എൻ്റർപ്രനർ എന്നുള്ള ഒരു അന്തസ്സിൽ തന്നെ നിന്നുകൊണ്ട് സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ബിസിനസ്സിൻ്റെ സവിശേഷത. അപ്പോൾ 2016 കേന്ദ്ര സർക്കാർ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന് ഒരു മാർഗ്ഗരേഖ, ഒരു സെൻട്രൽ ഗൈഡ് ലൈൻസ് പ്രഖ്യാപിച്ചത്. ആ മാർഗ്ഗരേഖയിൽ നിന്നുകൊണ്ടാണ് അന്ന് 2016 മുതൽ 2021 വരെ പറയാൻ കാരണം 2021 ഈ മാർഗ്ഗരേഖ മാറി ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമമുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. അപ്പോൾ ആ ആക്ടിൻ്റെ ഭാഗമായിട്ട് ഈ ഡയറക്റ്റ് സെല്ലിങ്ങും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും വന്നതോടുകൂടി 2016 നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗൈഡ് ലൈന് പകരം ഇപ്പോൾ വ്യക്തമായ ഒരു നിയമം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സാധ്യത. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെയാണ് നിയമം കാര്യമായി പരിഗണിച്ചിരിക്കുന്നത്. അതായത് ഒരു ഫാക്ടറിയിൽ നിന്നും സാധനങ്ങൾ ഉപഭോക്താവിന് വിറ്റഴിക്കുന്നത് സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിലാണെങ്കിൽ കടകമ്പോളങ്ങളിലൂടെയാണ്. അതായത് ഹോൾസെയിലർ, മൊത്ത വിതരണക്കാരുണ്ടാവും, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഒരു ചില്ലറ വിൽപ്പനക്കാരനുണ്ടാവും. ആ ഇടനിലക്കാരെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു സാധനം നമ്മുടെ കയ്യിലെത്തുക. ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സുകാർക്ക് കടകമ്പോളങ്ങളില്ലാതെ വ്യക്തികളെ ഇതിൻ്റെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് വേറൊരു മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് പോലെ അവരെ നിയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ ആൾക്കാരുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അപ്പോൾ എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗും നിയമാനുസൃതമല്ല എന്ന് പറയാൻ കാരണം ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന കമ്പനികൾക്ക് മൾട്ടി ലെവൽ നിയമാനുസൃതമാക്കി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനം എടുത്ത് ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിയമാനുസൃതമല്ല. നല്ല കമ്പനികളുടെ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് തരം തിരിച്ചറിയാം. നിലവാരമില്ലാത്ത പ്രോഡക്റ്റുമായി വരുന്ന കമ്പനികളെ തിരിച്ചറിയണം. അവരുടെ ഉദ്ദേശശുദ്ധി ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുടക്കുന്ന പൈസ 100 രൂപ മുടക്കുകയാണെങ്കിൽ അത് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയുണ്ട്, അത് കൺസ്യൂം ചെയ്യാൻ അതിൻ്റെ ഒരു തൃപ്തിയുണ്ട്. ആ രീതിയിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചായിരിക്കും ഒരു സാധാരണ മനുഷ്യന് നിയമാനുസൃതത്തെക്കാൾ അപ്പുറം പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറിച്ച് അല്ല അതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ചൊക്കെ ഒരു രൂപകൽപ്പന ഉണ്ടായിരിക്കും. പ്രോഡക്റ്റ് ചോദിച്ച് വാങ്ങിച്ചത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിനെ എനിക്ക് വേണമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്ന പ്രോഡക്റ്റാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് നല്ലതായിരിക്കും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം എനിക്ക് തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ ധാരാളം ആൾക്കാർ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വെറുതെ കൺസ്യൂം ചെയ്യുകയല്ല, കൺസംഷൻ ചെയ്യുമ്പോൾ ആ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം ഈ കൺസ്യൂമർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നാണ് പറയുക. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവരുടെ സാധനങ്ങൾ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് വാങ്ങിക്കുമ്പോൾ ഓരോ സെയിലിലും അവർക്ക് ആ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം ബൈബാക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാത്രം അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് മാത്രമാണ് ആ പ്രവർത്തനം. നമ്മൾ സാധാരണ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും. അപ്പോൾ ഡിസ്കൗണ്ടിനപ്പുറം ഇവിടെ കിട്ടുന്നത് പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ. അതായത് ഡയറക്റ്റ് സെല്ലിംഗ് ഞാൻ പറഞ്ഞല്ലോ ഓപ്പർച്യൂണിറ്റി ഷെയറിംഗ് ആണ്. ആ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസിൻ്റെ ഒരു പങ്കാളിയാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് ആ പ്രോഡക്റ്റിൽ വിൽക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം കിട്ടുമ്പോൾ അങ്ങനെ അയാൾ വിൽക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടി അയാൾക്ക് ഒരു മാസം ഒരു നിശ്ചിത തുക ഈ ബിസിനസ്സിലൂടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ബിസിനസ്സിൻ്റെ ആകർഷണതയ്ക്ക് ഒരു കാരണം.
നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന കമ്പനിയിലെ പ്രോഡക്റ്റ് ധൈര്യമായിട്ട് വാങ്ങിക്കാം. കാരണം ആ പ്രോഡക്റ്റിൽ എന്തെങ്കിലും അവർ പറയുന്ന രീതിയിലുള്ള ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിങ്ങിലോ എന്തെങ്കിലും അതിനെ തിരിച്ചു കൊടുത്ത് പൈസ റീഫണ്ട് വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം ഈ മേഖലയിൽ മാത്രമേ നിയമം അനുശാസിക്കുന്നുള്ളൂ. അപ്പം വാറണ്ടിയും ഗ്യാരണ്ടിയും എല്ലാം ഈ പ്രോഡക്റ്റിലുണ്ട്. കൂടാതെ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതിനെ തിരിച്ചു കൊടുത്താൽ റീഫണ്ട് കിട്ടുന്ന ഒരു വ്യവസ്ഥയും ഈ മേഖലയിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഈ മേഖല. ഒരു കമ്പനിയുടെ ലാഭം നിരവധി വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഒരു മണി ചെയിൻ ബിസിനസ് ആണെന്നുള്ളതാണ്. പ്രോഡക്റ്റ് ഇല്ലാതെ തന്നെ പ്രോഡക്റ്റിനെ മറ പിടിച്ചുകൊണ്ട് ഈ മണി ചെയിൻകാർ വരുന്നുണ്ട്. പ്രോഡക്റ്റിൻ്റെ നിലവാരമൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് അതായത് മണി സർക്കുലേഷൻ ഇട്ട് അതിൽ നിന്നും വാഗ്ദാനങ്ങൾ നൽകി പൈസ പിരിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ അകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ധാരാളം വ്യക്തികൾ ആ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ പ്രോഡക്റ്റ് ഇല്ല, അവിടെ വെറും മണി സർക്കുലേഷനാണ്. അത് നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നതല്ല. നമ്മൾ ഈ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയ ഡയറക്ട് സെല്ലിംഗ് റൂളിൻ്റെ അകത്ത് അനുവദനീയമായ നിയമത്തിൽ പ്രവർത്തിക്കുന്നതല്ല ഈ മണി ചെയിൻ എന്ന് പറയുന്നത്. മണി ചെയിൻ ഇവിടെ ഇല്ലീഗലാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മണി ചെയിൻ, അതായത് പ്രോഡക്റ്റ് ഇല്ലാതെ ആൾക്കാരെ വെച്ച് പണം പിരിച്ച് ലാഭം ഉണ്ടാക്കുന്ന ആ സംവിധാനം ഇവിടെ ഇല്ലീഗലായിട്ടാണ്. അതായത് അതിനെ നിയന്ത്രിക്കാനായിട്ട് PCMC ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് അത് പോലീസ് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. മണി സർക്കുലേഷൻ നടക്കുന്ന ബിസിനസ്സാണ് മണി ചെയിൻ. അവിടെ പ്രോഡക്റ്റ് ഇല്ല. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ അതേ മെത്തേഡായിരിക്കും മണി ചെയിൻകാർ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിലൂടെ ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ശൃംഖലയിലൂടെ ഒഴുകുന്നത് പ്രോഡക്റ്റ് അല്ല, മണിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം വളരെ വലുതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് അതിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഇത് നല്ലൊരു ലീഗലൈസ് ചെയ്ത് നിയമാനുസൃതമായി ഈ ബിസിനസ് വന്നു കഴിയുമ്പോൾ ഈ ധാരാളം ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരും. അപ്പോൾ അതിനൊരു വലിയ വ്യാപ്തിയുണ്ട്, വലിയൊരു സംവിധാനമുണ്ട്. ലക്ഷങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, തൊഴിലില്ലായ്മ വളരെ ഗൗരവമായി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത്, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അന്യരാജ്യത്തേക്ക് ചേക്കേറുന്ന ഈ സമയത്ത് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ്, ഒരു ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കുറെയെങ്കിലും ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുകയും ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുമെന്ന് നമുക്കറിയാം. നല്ല പ്രോഡക്റ്റ് ഉള്ള, അതായത് കൺസ്യൂമേഴ്സിന്റെ മുമ്പിൽ ധൈര്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഉള്ള കമ്പനിയിൽ മാത്രം നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നല്ല രീതിയിലുള്ള കമ്പനികളെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ കമ്പനിയിലെ പ്രോഡക്റ്റുകൾ നിങ്ങൾ യഥേഷ്ടം വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ എക്കോണമിയിലെ, നമുക്കറിയാം നമ്മുടെ കേരളം സാമ്പത്തികമായി കുറച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മേഖലയിലെല്ലാം ടാക്സ് ആയിട്ടും അല്ലെങ്കിൽ എക്കോണമിയുടെ വൈബ്രന്റ് ആയിട്ടും ഈ ഇൻഡസ്ട്രി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ മുന്നേറ്റമായിരിക്കും. ഇപ്പോഴുള്ള ട്രഡീഷണൽ ബിസിനസ്സുകാർ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും കവചം മറച്ചു വെച്ചുകൊണ്ട് അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഡയറക്ട് സെല്ലിംഗിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി, ഈ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വലിയൊരു സൗഭാഗ്യമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ നാളിതുവരെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായില്ല, അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം വരികയാണ്. അപ്പൊ ധൈര്യമായിട്ട് ഇപ്പൊ എന്നെ കേൾക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇനി ഇതുപോലുള്ള വലിയൊരു ജനസമിതി അല്ലെങ്കിൽ ജനത്തിന്റെ അംഗീകാരം വാങ്ങിക്കുവാനായിട്ട് നിങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട എന്ന് ഞാൻ പറയുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് യഥേഷ്ടം മുന്നേറ്റ് പോകാൻ സാധിക്കും. ചീത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ ഇവിടെ തന്നെ അത് ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ സംവിധാനമായി കഴിഞ്ഞു.